മക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് മലകളാൽ ചുറ്റപ്പെട്ട അബഹ അത്ഭുത വഴി 45 കിലോമീറ്റർ ചുരം ഇറങ്ങി ഇങ്ങോട്ട് വന്നത് വെറുതെ ആവത്തില്ല. റിജൽ അൽമ. മാസായിട്ടുള്ള ശാന്തവും മാരകമായിട്ടുള്ള പ്രകൃതി ഭംഗികളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രാമം ചുമ്മാതെങ്ങും കയറി ചരിത്രത്തിൽ ഇടം പിടിച്ചതല്ല. ഇതിന് ഒരുപാട് പോരാട്ടങ്ങളുടെ കഥ പറയാനുണ്ട്. പോരാട്ടങ്ങളെന്ന് വെച്ചാൽ യുദ്ധം. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിവിടെ എത്തിയപ്പം ആരുമില്ലായിരുന്നു. നമുക്ക് സമാധാനപരമായിട്ടും എല്ലാ ആഴ്ചയും പറയുന്ന പോലെ വീഡിയോ എടുക്കായിരുന്നു. ഇതൊക്കെ ഒരു കാലത്ത് ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള കൊട്ടാരങ്ങളായിരുന്നു. കൊട്ടാരങ്ങൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതുപോലെ 10-60 കൊട്ടാരങ്ങൾ ഈ ചുറ്റുപാടായിട്ട് മൊത്തമുണ്ട്. ഈ ചുമ്മാ കയറി യുനെസ്കോയിൽ ഇവർ ഇടം പിടിച്ചൊന്നും അല്ല കേട്ടോ. ഇവിടെയുള്ള പഹയന്മാർ ഫേമസ് ആയത് തന്നെ യുദ്ധത്തിന്റെ പേരിലാണ്. ഇവരുടെ യുദ്ധവും ചരിത്രവും തപ്പിപ്പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അമ്മാര് ടീമുകളായിരുന്നു ഇവർ. ഒരു വൻ രീതി സെറ്റപ്പ് ചെയ്തിട്ട് ഇപ്പൊ ടൂറിസത്തിന് വേണ്ടി ഇവിടെ എല്ലാം ഓപ്പൺ ആക്കി കൊടുത്തേക്കോട്ടെ. എന്റെ പൊന്നെ, ഇവിടെ വന്നിരിക്കുന്ന വ്യൂ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അല്ലേ. നമ്മളിവിടെ എത്തിയിട്ട് ഒരു കാപ്പി കുടിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഒരു അടാറ് വ്യൂ ഒക്കെ ഞാൻ കാണിച്ചുതരാം. ഇതൊന്ന് കണ്ടിട്ട് വേണം നിങ്ങൾ പറയാൻ ഇവിടെ വന്നത് നമുക്ക് നഷ്ടമുണ്ടോ ലാഭമുണ്ടോ. ഇമ്മാരി ഒരു വ്യൂ ഞാൻ ഈ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇതൊക്കെ റീൽസിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ട്രഡീഷൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വരണം. വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ഹോട്ടല്, കഫേ എല്ലാം ഓപ്പൺ. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇവരുടെ ട്രഡീഷണൽ ഭാഗമായിട്ടും ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടും ഓരോരോ പരിപാടികൾ താഴെ കാണുന്ന ഈ ഗ്രൗണ്ടുകളിൽ അവർ ചെയ്യാറുണ്ട്. സംഭവം ഇനി എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും വെള്ളിയാഴ്ച ഒഴികെയുള്ള കംപ്ലീറ്റ് ദിവസങ്ങളിൽ രാവിലെ ആണെങ്കിലും ശരി വൈകുന്നേരം ആണെങ്കിലും ശരി ഇവിടെ ഒരുപോലെ തിരക്കായിരിക്കും. കാര്യം വേറൊന്നുമല്ല, ഇതുപോലൊരു വ്യൂവിലിരുന്ന് അവരുടെ കുറച്ച് ക്വാളിറ്റി ടൈംസ് സ്പെൻഡ് ചെയ്യാൻ അവർ കണ്ടെത്തുന്ന ഒരു കിട്ടു സ്പോട്ടാണ് റിജൽ അൽമ എന്ന് പറയുന്ന സ്ഥലം. ഇതൊക്കെ കുറച്ചൊക്കെ ക്ഷയിച്ചു പോയി. ഇത് ക്ഷയിച്ച ഇല്ലങ്ങൾ അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ കേട്ടോ. അതൊക്കെ പുതിയ ബിൽഡിങ്ങാണ്, അതൊക്കെ പള്ളി കാര്യങ്ങളൊക്കെ ക്ഷയിച്ച് ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ കുറേ സ്ഥലങ്ങൾ. ഇത് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ വീടുകൾക്കെല്ലാം ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. ഇവർ വീട് പണിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 നിലകളിലൊക്കെ. അപ്പോൾ അതിൽ ഏറ്റവും താഴത്തെ നില വരുന്നത് ഇവർ വളർത്തുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ പശു, ആട് അങ്ങനെ ഉള്ള മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് മേളത്തെ നില വരുന്നത് പാചകത്തിനും ഒക്കെ ആയിട്ടായിരിക്കും. അതിൻ്റെ തൊട്ട് മേളിലാണ് ഇവർ വിശ്രമിക്കാനും ഗസ്റ്റുകൾക്കും ഒക്കെ ആയിട്ടുള്ള റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സംവിധാനത്തിൻ്റെ അടിയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ ഇവരുടെ ഒരു വീടിൻ്റെ രീതിയെ. പൂർണ്ണമായിട്ട് തടി, കല്ല്, പിന്നെ കളിമണ്ണ്, ചുണ്ണാമ്പ് അങ്ങനെയൊക്കെ വെച്ച് മാത്രമാണ് ഇവർ ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതാണെങ്കിലും ഇതിനകത്ത് കയറുമ്പം തന്നെ ഇതിൻ്റെ വലിപ്പവും അതിൻ്റെ ലക്ഷറിയസ് ഫീലും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളെ പോലുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഈ കൾച്ചറും ട്രഡീഷണലും അവരുടെ യുദ്ധത്തിൻ്റെ സാമഗ്രികളും എല്ലാം വെച്ച് സെറ്റപ്പ് ചെയ്തിട്ട് ഏകദേശം നല്ലൊരു അടിപൊളി ഒരു ചെറിയ മ്യൂസിയം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംവിധാനം നല്ല സ്ട്രോങ് ആണ്. ഇത്രയും വർഷമായിട്ട് ഒരു അനക്കം പറ്റിയിട്ടില്ല. ഇതൊക്കെ കണ്ടോ അവർ യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടിരുന്ന സാധനങ്ങൾ. അപ്പോൾ അമ്പും വില്ലും എല്ലായിടത്തും ലോകത്ത് എല്ലായിടത്തും ഒരുപോലൊക്കെ തന്നെയാണ്. അത് കുന്തം എന്നാ വെയിറ്റ് ആണെന്ന് അറിയ സാധനം അല്ല അമ്മണ്ട വെയിറ്റാ. ഇത് റീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തെ ആ നാട്ടുകാരെ കൊണ്ട് കിട്ടാവുന്നതിൻ്റെ പരമാവധി പഴയ സാധനങ്ങൾ അവർ ശേഖരിച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചൺ ഐറ്റംസ് തൊട്ട് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് സാമഗ്രികളും ഇതിനകത്ത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ഇതൊരു ചെറിയ വെളിയിൽ നോക്കുമ്പോഴേ ഇതൊരു ചെറിയ വീടായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇതിനകത്ത് കയറി വരുമ്പോഴാണ് നമുക്കറിയുന്നത് ഇതിനകത്ത് ഇത്രയും വലിയ സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ കിളിവാതിൽ കൂടെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ചതിന് ശേഷം നമ്മൾ റിജൽ അൽമ എന്ന അതിസുന്ദരമായ ഗ്രാമത്തോട് വിട പറയുകയാണ്. അപ്പോൾ മക്കളെ, യൂട്യൂബിലെ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും ഒരു പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മസ്സലാമ.